ഹായ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തെന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാൻഡിലെ ആദ്യ പ്രീ സീസൺ മത്സരത്തിൽ ബാങ്കോക്ക് FCയെ 4-1 തോൽപ്പിച്ചു. ആദ്യമായാണ് ഈ വർഷം ഒരു പ്രീ സീസൺ മാച്ച് ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുന്നത്. ഒരു യുവനിരയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് മാച്ചിനിറങ്ങിയത്. 17-ാം മിനിറ്റിൽ തന്നെ ഇന്ത്യൻ ഇന്റർനാഷണൽ സെമിൽ ലെൻഡോങ്കൽ വലകുലുക്കി. പിന്നീട് അങ്ങോട്ട് കളിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആധിപത്യമായിരുന്നു. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതുവരെ ബ്ലാസ്റ്റേഴ്സ് ഈ ലീഡ് നിലനിർത്തി. സെക്കൻഡ് ഹാഫിൽ ജെയിംസ് വിദേശ താരങ്ങളെയും അണിനിരത്തി. രണ്ടാം ഗോൾ നേടിയത് മലയാളി താരം സഹൽ അബ്ദുൾ സമദാണ്. 70-ാം മിനിറ്റിലായിരുന്നു അത്. പിന്നീട് 73-ാം മിനിറ്റിൽ സെർബിയൻ സ്ട്രൈക്കർ സ്ലാവിസ സ്റ്റെജനോവിച്ചും ഗോൾ നേടി. പിന്നീട് 80-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരവും ഈ വരാൻ പോകുന്ന സീസണിലെ യുവ പ്രതീക്ഷയുമായ സെമിലാൻ ഗർപ്പൻ വലകുലുക്കി. ബാങ്കോക്ക് FCയുടെ ആശ്വാസ ഗോൾ 86-ാം മിനിറ്റിൽ നേടി. റിസൾട്ടിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നിലാണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് നേരിട്ട ക്ലബ്ബ് നിലവാരം കുറഞ്ഞൊരു ക്ലബ്ബാണ്. തായ്ലൻഡിലെ 3-ാം ഡിവിഷനിൽ മാത്രം കളിക്കുന്ന ക്ലബ്ബാണിത്. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയേക്കാൾ താഴെ 116-ാം റാങ്കിലാണ് തായ്ലൻഡ്. ഈ രാജ്യത്തെ 3-ാം ഡിവിഷൻ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിലേക്കാൾ നിലവാരം കുറഞ്ഞതാണ്. എന്തായാലും ഈ മാച്ച് റിസൾട്ട് കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് കാര്യമായ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ യുവനിരയ്ക്കൊരു കോൺഫിഡൻസ് നൽകാൻ മാത്രമായിരിക്കും ഇത് ഉപകരിച്ചിട്ടുണ്ടാവുക. എന്തായാലും തായ്ലൻഡിൽ ഇനിയും ബ്ലാസ്റ്റേഴ്സിന് 4 പ്രീ സീസൺ മാച്ചുകൾ കൂടിയുണ്ട്. അതെന്തായാലും ഇതേക്കാളും താരതമ്യേന നിലവാരം കൂടിയ ക്ലബ്ബുകളുമായിട്ടാണ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാലും അടുത്ത ഒരു മാച്ചിന്റെ പ്രീ സീസൺ മാച്ചിന്റെ റിസൾട്ടും അതിന്റെ അനാലിസിസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ വീഡിയോയുടെ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.